നിങ്ങളുടെ വീട്ടിൽ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചുപോയവരെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ അച്ഛൻ, അമ്മ, മരണപ്പെട്ട മക്കളെയോ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതോടെ തീർന്നു. നിങ്ങളുടെ ജീവിതം വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ജീവിച്ചിരുന്നവർ അത് വലിയ പ്രതിസന്ധിയാണ്. സ്വപ്നത്തിലെത്തിയ മരണപ്പെട്ടവർ അവരുടെ ആത്മാവ് അലഞ്ഞു നടക്കുകയാണ്. പല കോണുകളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ കാരണമെന്നാണ് ആസ്ട്രോളജി ഗ്രന്ഥങ്ങൾ, ഹൈന്ദവ ആചാര ഗ്രന്ഥങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ന് നോക്കിയാലോ? വാ, ഞാൻ കിരൺ. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മൃദാനാം ദർശനം സ്വപ്നേ സ്മൃത്യർത്ഥം പരിചക്ഷതേ ശുഭാം ശുഭ ഫലം തത്ര കാല ദേശാനു സാരദഹ എന്നൊരു പദ്യമുണ്ട്. മരിച്ചവരെ സ്വപ്നത്തിൽ കണ്ടാൽ അത് അവരെ സ്മരിക്കുന്നതിന് തുല്യമായ പുണ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ അതൊരു ദോഷമായ ഒരു കാര്യമല്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുന്നതോ സ്വപ്നത്തിൽ കാണാതിരിക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ആ മരണപ്പെട്ട ആളുകൾ, മരണപ്പെട്ട മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. അവരുടെ ദുഃഖങ്ങളിൽ നിങ്ങൾ എത്ര അവരുടെ കൂടെ നിന്നു എന്നതാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരെ എത്ര ഹെൽപ്പ് ചെയ്തു എന്ന കാര്യത്തിലൊക്കെയാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ നല്ലതുപോലെ അച്ഛനമ്മമാരെ നോക്കുന്നതും പരിചരിക്കുന്നതും പരിപാലിക്കുന്നതുമാണ് പുണ്യം. അങ്ങനെയാണ് ഹൈന്ദവ ആചാര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ചില ആളുകൾ തെറ്റായ പ്രചരണം നടത്തുന്നുണ്ട്. അതായത് മരണപ്പെട്ടവർ സ്വപ്നത്തിൽ കണ്ടാൽ അത് വലിയ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്നൊക്കെ. ഓക്കെ, കുറെ പേര് എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായി, അങ്ങനെ മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കിരൺ വരുന്നുണ്ട്. സോ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.